Magic morning. Magic morning, sir. Good morning. Magic morning. ഓക്കെ, Magic നിങ്ങളുടെ morning. സ്ക്രീൻ ഉണ്ടല്ലോ, സൂമിന്റെ സ്ക്രീന്. ആ സൂമിന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ കുറെ ടൂൾസുകൾ കാണും. അതിലൊരു ടൂൾസ് അൺമ്യൂട്ട് എന്നൊരു മൈക്കിന്റെ ചിഹ്നം ഉണ്ടാവും. രണ്ടാമത്തത് സ്റ്റാർട്ട് വീഡിയോ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം എല്ലാവരും. സ്റ്റാർട്ട് വീഡിയോ എന്ന ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, എല്ലാവരും വരെ. എന്തൊരു രസമുണ്ട്, എല്ലാവരും ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നത് കാണാനില്ല. രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി നല്ല സുന്ദരികളും സുന്ദരന്മാരുമായ നൗഫൽ സാറുണ്ട്, ദീപ, അബ്ദുള്ള സാറ്, മണി സാറ്, പ്രവീണ മാം, സുജിത് സാറ്, വരട്ടെ. താങ്ക് യു. അപ്പൊ ഇന്ന് നമുക്ക് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഇതാ നമ്മുടെ പ്രവീണ മാം ആണ്. മാജിക്കിന്റെ സ്വന്തം പ്രവീണ മാം നല്ല അടിപൊളി സെക്ഷനുമായി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. പ്രവീണ മാം സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു പ്രൊഫസർ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഇന്ന് കഴിയുന്നവരൊക്കെ ഇന്ന് വീഡിയോ ഓൺ ചെയ്യുക. സാറ് പറഞ്ഞതുപോലെ അതിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതും കൂടി സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊക്കെ അറിയും, പക്ഷെ അറിയുന്ന കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ വല്ലാതെ സ്റ്റിഫ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നോക്കാം, നമുക്ക് സ്റ്റിഫ് ആയിരിക്കുമ്പോൾ ഷൈൻ ചെയ്യാൻ പറ്റുമോന്നും കൂടി നമുക്കൊന്ന് നോക്കണ്ടേ. സ്റ്റിഫ് ആൻഡ് ഷൈൻ എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നമ്മൾ ഷർട്ടും അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളൊക്കെ മുക്കി വെക്കുന്ന ഒരു സൊല്യൂഷനെ കുറിച്ചായിരിക്കും നിങ്ങൾ ഓർത്തതല്ലേ. അതിലിങ്ങനെ മുക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, അയൺ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ അത് വീണ്ടും വെള്ളത്തിൽ മുക്കിയാലോ വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പൊ സൈക്കോളജിയിൽ ഇത് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ നമുക്കത് വളരെ സ്മൂത്ത് ആയിട്ട് തോന്നിയെങ്കിലും മറുവശത്ത് നോക്കുമ്പോൾ വല്ലാതെ കോൺഫ്ലിക്റ്റ് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ കോൺഫ്ലിക്റ്റ് പലപ്പോഴും പലരും തിരിച്ചറിയാതെ ഇന്നും ഫോളോ ചെയ്ത് വല്ലാതെ സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് കാതറിൻ. കാതറിൻ ഒരു IT ഫേമിലെ മാനേജറാണ്. സോ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം കാതറിൻ ഈ IT ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് ആ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ കമ്പനിയിൽ ഈ മീറ്റിംഗിന്റെ സമയത്ത് കാതറിൻ എന്ത് സജഷൻസ് പറഞ്ഞാലും അതിനൊരു മറുപടി എന്നുള്ളതിനും അപ്പുറം അതിനൊരു എന്താ പറയാ, അതിനൊരു ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു വ്യക്തി എപ്പോഴും കാതറിനെ ടാർഗറ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ കാതറിൻ ഈ ഒരുപക്ഷെ ഈ മെഡിറ്റേഷനും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കാതറിൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം അവിടെ സൈക്കോളജിയിലെ ആ ഒരു ടോപ്പിക്കാണ് കാതറിൻ കൂട്ടുപിടിക്കുന്നത്. ഫോർഗീവ്നെസ്. അദ്ദേഹത്തിനോട് അങ്ങ് ക്ഷമിച്ചേക്കാം, അല്ലെ? ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന പക്ഷം എങ്ങനെയാണ് കാതറിന് അറിയാതെ പോകുന്നത്. അപ്പൊ കാതറിൻ പറയും ലീവ് ഇറ്റ്. എപ്പോഴും കാതറിൻ പറയുന്നതാണ് ഈ ക്രിറ്റിസിസം വരുന്ന സമയത്ത് കാതറിൻ പറയുന്നത് ലീവ് ഇറ്റ് എന്നാണ് പറയുന്നത്. അതങ്ങനെ വിട്ട് കളഞ്ഞേക്കാം. പക്ഷെ കാതറിൻ ഇത് വിട്ട് കളയുന്നുണ്ടോ എന്നൊരു സംശയം കാതറിൻ തോന്നി തുടങ്ങി. കാരണം കാതറിൻ വിട്ട് കളയുക എന്ന് പറയുമ്പോൾ കാതറിൻ വല്ലാത്തൊരു പിരിമുറുക്കത്തിൽ ഒരു സ്റ്റിഫായിട്ട് മാറുന്ന ഒരു അവസ്ഥ. പിന്നീട് ഓരോ മീറ്റിംഗിലും ഈ വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഷി ഫീൽ സംതിങ് സ്ട്രഗ്ലിങ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്മൂത്ത് ഫീലിംഗ് അങ്ങനെ ഉണ്ടാവുന്നില്ല. പക്ഷെ കാതറിൻ പറയുന്നത് എങ്ങനെയാണ്, ഞാൻ ഫോർഗീവ്നെസ് പോട്ടെ സാരമില്ല, നമ്മൾ എന്തും അങ്ങനെയാണല്ലോ. കുട്ടികളോടാണെങ്കിലും ഒരു ഇത് പറയാൻ പോട്ടെ സാരമില്ല, പോട്ട് അത് വിട്ട് കളയാം. നമ്മൾ ഈ വിട്ട് കളയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റിഫ് പോലെ ആകും എന്നാണ് സൈക്കോളജി. അല്ല, വല്ലാതെ പിരിമുറുക്കത്തിൽ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ പലപ്പോഴും ഈ സ്റ്റിഫായി വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു പ്രശ്നത്തിൽ പറയുമ്പോൾ വീണ്ടും ഈ വാടി തളർന്ന് പഴയ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥയാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, ചില സമയത്ത് സ്ത്രീകൾ പറയുന്നതാണ്, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അത് പുരുഷന്മാരും ഉണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഇരിക്കണം. എന്താണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി സ്റ്റിഫ് ആവുകയാണെന്നുള്ള കാര്യം മറന്നു പോവാണ്. നമ്മുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം വരുമ്പം, ഒരു വീക്ക്നെസ് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു റെസ്റ്റ് ബോഡിക്ക് കൊടുക്കേണ്ടത്. അല്ലാതെ വെൻ വി ഫീൽ സാഡ്, മെന്റലി നമ്മൾ ഒരു സാഡ് ആവുന്ന അവസ്ഥയിൽ നെവർ ഗിവ്
റെസ്റ്റ് യുവർ ബോഡി എന്നാണ് സൈക്കോളജി പറയുന്നത്. ഇവിടെയും കാതറിൻ ഒരു മെന്റലി ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് കാതറിൻ ഒരു തരത്തിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലീവ് ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ ഫോർഗീവ്നെസ് ആ വ്യക്തിക്ക് ഞാൻ വിട്ടുകൊടുത്തു, അദ്ദേഹത്തിന് അത്ര അറിവേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെനിക്ക് വിട്ടുകൊടുക്കണം. പക്ഷെ ഷീ നെവർ ഇങ്ങനെയുള്ള ഈ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസം വരുന്ന സമയത്തും ഈ ഒരു പ്രശ്നം ഒരിക്കലും അതോറിറ്റിയെ അറിയിക്കാതെ കാതറിൻ തന്നെ അത് മാനേജ് ചെയ്തു പോവാണ്. പക്ഷെ മാനേജ് ചെയ്യാണെന്ന് കാതറിൻ ചിന്തിക്കുമ്പോഴും കാതറിൻ വല്ലാത്ത മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഷീ കനോട്ട് മാനേജ് എന്ന് പലപ്പോഴും കാതറിന് മനസ്സിലാവുന്നില്ല. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഒരു പ്രശ്നം വരുമ്പോ ചില സമയത്ത് "ഓ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ" എന്ന് പറയുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലിലേക്കാണ് പോകുന്നത്. പക്ഷേ വെൻ യു ഫീൽ സ്ട്രെസ്ഡ്, നെവർ ഗിവ് റെസ്റ്റ് യുവർ ബോഡി എന്നാണ് പറയുന്നത്. നമ്മൾ മാനസികമായിട്ട് മെന്റലി നമ്മൾ ഫീലിംഗ് സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരിക്കലും ബോഡിക്കല്ല റെസ്റ്റ് കൊടുക്കുന്നത്. മേക്ക് എ മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു മൂവ്മെന്റ് ആണ് ആവശ്യം. അവിടെ നമുക്കൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കാതെ ഒന്ന് പുറത്തേക്കൊന്ന് നടക്കുകയോ ഒന്ന് ആരെങ്കിലും വിളിക്കുകയോ മറ്റെന്തെങ്കിലുമായിട്ട് ആക്ടിവിറ്റിയിൽ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ അതിനെ ലോക്ക് ചെയ്യണം എന്നാണ് സൈക്കോളജി പറയുന്നത്. അല്ലാതെ ഒറ്റയ്ക്കിരിക്കും. പലപ്പോഴും ഈ സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികളുടെ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഇതാണ്. അവര് പലപ്പോഴും ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുമ്പോൾ ദേ വോണ്ടഡ് ടു ഫീൽ ലോൺലി. അവർക്ക് ഒറ്റയ്ക്കിരിക്കണം. അവർ ആരോടും സംസാരിക്കാതെ ഈ ഫീൽ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് ഒരു സ്റ്റിഫായിട്ട് ബോഡി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. ആ ബോഡിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകാത്ത ഒരു അവസ്ഥ. ഇവിടെ മറ്റൊരു കേസ് പറയുന്നത് കാതറിനിൽ ഇവിടെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കാതറിൻ കണ്ടെത്തുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു പക്ഷെ മെഡിറ്റേഷൻ ഒക്കെ പഠിക്കുന്ന ഈ ഫോർഗീവ്നെസ് ആണ്. പക്ഷെ എങ്ങനെ ഫോർഗീവ് ചെയ്യണം എന്നുള്ളത് കാതറിന് മനസ്സിലാവുന്നില്ല. കാതറിൻ ചിന്തിക്കുന്നത് ആ വ്യക്തി പോയി ഞാനത് വിട്ടുകളഞ്ഞു, ആ വ്യക്തി അങ്ങനെയാണെന്ന് പറയുമ്പോൾ പിന്നീട് കാതറിൻ ഈ വ്യക്തിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനൊന്നും കാതറിൻ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹവുമായിട്ട് എപ്പോഴും കൂട്ടിമുട്ടുന്ന സമയത്ത് കാതറിൻ ആ സ്പേസ് വിട്ട് മറ്റൊരു സ്പേസിലേക്ക് മാറിപ്പോവാണ്. എന്നിട്ട് പറയുന്നത് ഞാൻ ഫോർഗീവ്നെസ് കൊടുത്തു, അതുകൊണ്ട് ഫോർഗീവ്നെസ് കൊടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ വ്യക്തിയുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഐ ഫീൽ സ്ട്രെസ്. അതായത് ഫോർഗീവ്നെസ് അവിടെ നടന്നിട്ടില്ല എന്നർത്ഥം. അപ്പൊ എന്താണ് ഫോർഗീവ്നെസ് എന്ന് ചോദിച്ചാൽ ഈ ഫോർഗീവ്നെസ് എങ്ങനെ കൊടുക്കണം എന്ന് പോലും പലർക്കും അറിയാത്തൊരവസ്ഥയാണ്. ജസ്റ്റ് ഫോർഗീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഈ ഫോർഗീവ്നെസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഈ റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് ഫോർഗീവ്നെസ് കൊടുക്കുക എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരമാണ് കാതറിൻ നമുക്ക് തരുന്നത്. കാതറിൻ പതുക്കെ പതുക്കെ തന്റെ അവസ്ഥ എന്താണ് തിരിച്ചറിയാൻ തുടങ്ങി. കാതറിൻ ഇവിടെ ആദ്യം ഫോർഗീവ്നെസ് സ്വയം കൊടുക്കാൻ തയ്യാറായെങ്കിലും കൂടിയിട്ട് തന്റെ ബോഡിയിൽ വരുന്ന സ്റ്റിഫ്നെസ് കാതറിൻ പതുക്കെ പതുക്കെ തിരിച്ചറിയാം. തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, വീണ്ടും സ്ട്രെസ്ഡ് ആവുന്ന ഒരവസ്ഥ. ഈ ഫീൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ബോഡി കൂടി അതിന് റെസ്പോണ്ട് ചെയ്യുമെന്ന് കാതറിൻ തിരിച്ചറിയാം. പതുക്കെ പതുക്കെ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് പകരം അകന്നകന്ന് പോകുന്നതായിട്ട് കാതറിൻ ഫീൽ ചെയ്യാണ്. സോ വാട്ട് ക്യാൻ വി ഡു എന്ന് മെൻറ്ററോട് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാതറിൻ പോകുമ്പോൾ കാതറിൻ തിരിച്ചറിയുന്നത് ഇത്ര മാത്രമാണ്. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് വ്യക്തിയോട് ക്ഷമിക്കുക എന്നല്ല, ആ വ്യക്തിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാതറിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതാണ്. ആ വ്യക്തിയുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാതെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ്. അപ്പൊ കാതറിൻ സ്വയം അവിടെ ബ്ലോക്ക് ചെയ്യണം. കാതറിൻ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കാതറിന്റെ ബോഡി പോലും അതിനനുസരിച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ കാതറിൻ പതുക്കെ എന്തെന്ന് ചെയ്ത പിന്നീട് മെന്ററുടെ സഹായത്തോടു കൂടി കാതറിൻ ചെയ്യുന്നത് ഇതാണ്. കാതറിൻ എന്തെന്ന് വെച്ചാൽ പിറ്റേന്ന് ഓഫീസിൽ ചെന്നപ്പോൾ എന്നും ഈ വ്യക്തിയുമായിട്ട് കാണേണ്ടതുണ്ട്. പക്ഷെ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ കാതറിന് വല്ലാതെ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. കാതറിൻ ആദ്യം ചെയ്തത് ഓഫീസിലേക്ക് ചെന്ന് കയറിയപ്പം അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത്. കാതറിൻ എല്ലാവരെയും നോക്കി ഒന്ന് വിഷ് ചെയ്ത സമയത്ത് ഈ വ്യക്തിയോടുകൂടി എന്ത് ചെയ്തു, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒന്ന് ഫ്രീ ഔട്ട് ചെയ്തു. അപ്പൊ ഈ വ്യക്തി കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കാതറിൻ തന്നെ ഒഴിവാക്കുന്നു. എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ കാതറിൻ ഈ വ്യക്തിയോട് മാത്രം ഗുഡ് മോർണിംഗ് പറയുന്നില്ല. അപ്പൊ അത് പറഞ്ഞപ്പോ ആ വ്യക്തി കാതറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ അന്നത്തെ ദിവസം കാതറിൻ കുറച്ച് ഫ്രീ ആയിട്ട് തന്റെ ബോഡിയാണ് കാതറിൻ ആദ്യം തിരിച്ചറിയുന്നത്.
ആ കുറച്ച് ദിവസമായിട്ട് തന്റെ ബോഡി വല്ലാതെ സ്റ്റിഫായിട്ട് വല്ലാതെ ഒരു പിരിമുറുക്കത്തിലൂടെയാണ് ബോഡി കൂടുതൽ പോകുന്നത്. ബിക്കോസ് ഷീ ഫീൽ വെരി സാഡ് അബൌട്ട് ദി സിറ്റുവേഷൻ. ഇതുവരെ കുറച്ച് ദിവസമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഫോർഗീവ്നെസ് കൊടുത്തു എന്ന് കാതറിൻ ചിന്തിക്കുന്ന കാര്യം കാതറിൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് കാതറിൻ തിരിച്ചറിയും. അത് തിരിച്ചറിയുന്നത് ബോഡിയുടെ സ്റ്റിഫ്നെസ് മനസ്സിലാക്കിയിട്ടാണ്. ഷി ഫീൽസ് വെരി സാഡ്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് വല്ലാത്ത പിരിമുറുക്കം ഫീൽ ചെയ്യും. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാമെന്ന് ചിന്തിച്ചപ്പോഴാണ് കാതറിൻ തന്നിലേക്ക് തന്റെ മെന്ററുടെ സഹായത്തോടു കൂടി അടുക്കുന്നത്. കാതറിൻ തിരിച്ചറിയുന്നത് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് വേണ്ടത് എന്ന് മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ വേണ്ടത് എന്തെന്ന് തിരിച്ചറിയുന്ന നിമിഷം കാതറിന് തന്റെ ബോഡിയിൽ വരുന്ന മാറ്റം തിരിച്ചറിയാം. ഇവിടെ എനിക്ക് വേണ്ടത് ഈ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ എനിക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യണം. അതിന് ഞാൻ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാതറിന് ഓരോ ദിവസവും ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുന്ന സമയത്ത് കാതറിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ മാറ്റുക എന്നുള്ളതാണ്. അദ്ദേഹം നന്നായി പെരുമാറുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു നന്നായി പെരുമാറും. തിരിച്ച് എനിക്ക് എന്താണ് വേണ്ടതെന്ന് കാതറിൻ ഒരു ക്ലാരിറ്റി കിട്ടാത്ത ഒരു അവസ്ഥയാണ്. പലപ്പോഴും സൈക്കോളജിയിലെ പല തിയറികളും പലരും യൂസ് ചെയ്യുന്നത് തനിക്ക് എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലാണ്. ഒരിക്കൽ ഒരു അഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു ഉത്തരവുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസവും ഈ അഫർമേഷൻ പറയുന്നുണ്ട്. ഐ ഫീൽ അബണ്ടൻസ്, ഐ ആം റിച്ച് എന്നൊക്കെ പറയുന്നത് 21 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് ഇതിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ് ഈ അബണ്ടൻസ് എന്ന് തിരിച്ചറിയാൻ ഈ മനസ്സിൽ നിന്ന് മറന്നുപോയി എന്നുള്ളതാണ്. എന്താണ് റിച്ച്നെസ് എന്ന്, കാരണം കുറെ പണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആകും എന്നൊരു അവസ്ഥയിലേക്ക് പോവാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സാഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയും ഈ സാഡിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ബോഡി കൂടുതൽ സ്റ്റിഫായി മാറുകയും ചെയ്യുന്നു എന്നാണ്. ബോഡി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ്. ഐ വോണ്ട് ടു ബി റിച്ച്, ഐ ആം റിച്ച് എന്ന് പറയുമ്പോൾ ഈ റിച്ച്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകണം. എനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് കൂടുതൽ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യസമയത്ത് ആ സമയത്ത് വരുമെന്നും അതിനുവേണ്ടി ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്യണം എന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കാര്യത്തിൽ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് ടോപ്പിക്കുകൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വരാം. ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ കാതറിൻ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കാതറിന്റെ ബോഡി പതുക്കെ പതുക്കെ ഒരു സ്റ്റിഫ്നെസ്സിലേക്ക്, വല്ലാത്തൊരു പിരിമുറുക്കത്തിലേക്ക് പോകുന്നത്. പക്ഷെ കാതറിൻ പറയുന്നതാണ്, ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കാറുണ്ട്, ഞാൻ ക്ഷമിക്കാറുണ്ട്, പക്ഷെ എവിടെയാണ് ക്ഷമിക്കുന്നത് കാതറിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കാതറിന് സാധിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ പഠനങ്ങൾ കൊണ്ടുവരുന്നത്. വെൻ യു ഫൈൻഡ് എ ഫോൾട്ട് ഇൻ അതേഴ്സ്, ദ സെയിം ഫോൾട്ട് അറൈസ് ഇൻ യു എന്ന് സൈക്കോളജി പറയുന്നു. നിങ്ങൾ മറ്റൊരാളിൽ ഒരു കുറ്റം കണ്ടെത്തുമ്പോൾ അതേ കുറ്റം നിങ്ങളിൽ ഉയർന്നു വരുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത്. സോ ആ വ്യക്തി, കാതറിൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കുന്നുണ്ട്, ആ വ്യക്തി അങ്ങനെ പെരുമാറി, അതുകൊണ്ട് ഐ ഫീൽ സാഡ്. ഈ സാഡ് ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ സാഡിനുള്ള കാരണം അതേ കാര്യം നമ്മളിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹീസ് ലൈക്ക് ദാറ്റ്, ആ വ്യക്തി അങ്ങനെയാണെന്നും ആ വ്യക്തിയെ അതിലേക്കായിട്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ നമ്മളോടാണ് ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ ആ വ്യക്തിക്കല്ല ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത്. ഹീസ് ലൈക്ക് ദാറ്റ്, അദ്ദേഹത്തിന് അത്രേ അറിയുള്ളൂ. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് എന്താണ് വേണ്ടത്? എനിക്ക് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രീ ആയിട്ട് എല്ലാവരോടും ഇടപെടണം. അതിന് എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നാണ്. പലപ്പോഴും ഈ സൂയിസൈഡൽ തോട്ട് വന്ന് അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന വ്യക്തികളുടെ പഠനം തെളിയിക്കുന്നു, അവരെല്ലാവരും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ അന്വേഷിക്കും പറയും, ഇത്തരം പോയിന്റുകളിൽ കടന്നു പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. എന്താണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഒരിക്കലും നമ്മൾ ഒരു ശാരീരിക അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഫീൽ സാഡ് ആവുന്ന സമയത്ത് നെവർ ഗിവ് റെസ്റ്റ് യുവർ ബോഡി എന്നാണ് പറയുന്നത്. നിങ്ങൾ മെന്റലി സാഡ് ആവുമ്പോൾ ഒരിക്കലും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കരുത്.
കാരണം ആ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുമ്പോൾ മെന്റലി ഫിസിക്കലി നിങ്ങൾ കൂടുതൽ ഒരുപാട് ഡൗൺ ആയി പോകുന്ന അവസ്ഥയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. സോ വെൻ യു ഫീൽ സാഡ്, ഫൈൻഡ് വാട്ട് യു വോണ്ട് ആക്ച്വലി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം തിരിച്ചറിയാം. അത് തിരിച്ചറിയണമെങ്കിൽ ആദ്യം ബോഡിയിലുള്ള വേരിയേഷൻസ് തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. എല്ലാത്തിനുള്ള സൊല്യൂഷൻ ബോഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നാണ് സൈക്കോളജിയിൽ, സ്പിരിച്വൽ സൈക്കോളജിയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രയാസം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു ഡിഫിക്കൽട്ട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദ ബോഡി വിൽ റെക്കഗ്നൈസ് എന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ ബോഡി അത് തിരിച്ചറിയും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബോഡി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ആ ബോഡിയിലുള്ള സിംറ്റംസ് ആദ്യം തിരിച്ചറിയുക. ആ സിംറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് ബോഡിക്ക് ഒരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും. ആ സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് എ മൂവ്മെന്റ്. അവിടെ ഒരു പക്ഷെ റിലാക്സ് ചെയ്യുന്നതിന് പകരം ഒരു ബോഡിക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുന്നതിന് പകരം ഒരു മൂവ്മെന്റിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഫൈൻഡ് വാട്ട് യുവർ എക്സ്പീരിയൻസ് ഇൻ യുവർ ബോഡി. ഇവിടെ കാതറിൻ തിരിച്ചറിയുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം തന്റെ ബോഡിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കാതറിന് മനസ്സിലാവുന്നുണ്ട്. എന്ത് കഴിച്ചാലും ബോഡി ഒരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത പോലെ, ഒന്നിനും ഒരു സന്തോഷമില്ല. അപ്പൊ കാതറിൻ ചിന്തിക്കുന്ന ഇതാണ്, ഇത് മറ്റെന്തോ കാരണങ്ങൾ എന്റെ ബോഡിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലേക്കല്ല കാതറിൻ പോകുന്നത്. ഇതെല്ലാം ഒരു പ്രശ്നത്തിന്റെ തുടക്കമാണെന്നും അത് ആദ്യം ബോഡി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടും എന്നാണ് സ്പിരിച്വൽ സൈക്കോളജി പറയുന്നത്. കാതറിൻ കണ്ടെത്തിയ സൊല്യൂഷൻ ഇതാണ്. പതുക്കെ കാതറിൻ എന്ത് ചെയ്തു, ആദ്യം തന്റെ ബോഡിയെ റിലാക്സ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി. അതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സസൈസും കുറച്ച് ജോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാതറിന്റെ മൈൻഡ് കുറച്ചുകൂടി ഫ്രീ ആയി. ആ സ്റ്റിഫ്നെസ്സിൽ നിന്നും കാതറിൻ ഫ്രീ ആയതിനു ശേഷം കാതറിൻ പതുക്കെ തിരിച്ച് ഓഫീസിലേക്ക് എത്തിയപ്പോൾ ഷി ഫീൽ ലിറ്റിൽ ബിറ്റ് ഫ്രീ എന്നാണ് പറയുന്നത്. ആ ഒരു ബോഡിയുടെ സ്റ്റിഫ്നെസ് മാറിക്കഴിഞ്ഞപ്പോൾ കാതറിന് കുറച്ചുകൂടി മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്നതിൽ ഒരു ഇഫക്റ്റീവ്നെസ് ഫീൽ ചെയ്തു എന്ന് കാതറിൻ തിരിച്ചറിഞ്ഞതിന് ശേഷം കാതറിൻ പതുക്കെ ആ വ്യക്തിയോട് ഒന്ന് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ കാതറിൻ തിരിച്ചറിഞ്ഞു, പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല. കാതറിൻ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ആ വ്യക്തിയുമായിട്ട് ഒന്നും സംസാരിക്കാതെ ഒരു പുഞ്ചിരി നൽകി പതുക്കെ മറ്റു കാര്യങ്ങളിലേക്ക് കാതറിൻ പതുക്കെ തിരിച്ചറിഞ്ഞ് തനിക്ക് എന്താണ് വേണ്ടത് എന്ന ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ കാതറിൻ ഫീൽ റിലാക്സ്. പിന്നീട് തന്റെ ഓരോ പ്രശ്നത്തിനും കാതറിൻ കണ്ടെത്തിയ വഴി ഇങ്ങനെയാണ്. ഫോർഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വ്യക്തിക്കല്ല ഫോർഗീവ്നെസ് കൊടുക്കുന്നത്, ഞാൻ എന്നോടാണ് എനിക്ക് ഫോർഗീവ്നെസ് ചെയ്യുന്നത് എന്ന് കാതറിൻ തിരിച്ചറിഞ്ഞു. ആ വ്യക്തി അങ്ങനെയാണ്. നമ്മളിപ്പോ ആ വ്യക്തിയെ ഞാനത് വിട്ടു അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഫോർഗീവ്നെസ് തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. ആ വ്യക്തിയോടല്ല ക്ഷമിക്കേണ്ടത്, ഇത് എന്നെ ബുദ്ധിമുട്ടിച്ചപ്പം ഞാൻ എന്നോടാണ് ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് എന്ന് കാതറിൻ തിരിച്ചറിയും. ആ ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ സ്റ്റിഫായിട്ട് പിരിമുറുക്കത്തോട് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഫ്രീ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ബോഡി ആദ്യം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് സ്റ്റിഫ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ പറയുന്നത് എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നു എന്നാണ്. അപ്പൊ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. പക്ഷെ ആ തലവേദന ബോഡിയുടെ സിംറ്റം മറ്റ് പ്രശ്നങ്ങളിലേക്കുള്ളതല്ല, നമ്മുടെ ചിന്തകൾ കൊണ്ട് വന്ന ഒരു സ്റ്റിഫ്നെസ് ആണ്. ആ സ്റ്റിഫ്നെസ്സിനെ ആദ്യം തിരിച്ചറിഞ്ഞ് ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ ഞാനൊന്ന് ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറയുന്ന വ്യക്തികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളും പ്രത്യേകിച്ച് സ്ത്രീകളും ഒക്കെയാണ് കൂടുതൽ ഇത്തരം ഒരു അവസ്ഥകളിലേക്ക് പോകുന്നത്. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഇപ്പോഴത്തെ പല വ്യക്തികളും കൂടുതൽ ഇത്തരം ചിന്തകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ. എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം. എന്തിനാണ് ഈ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലെങ്കിൽ വീട്ടിൽ കുട്ടികളാണെങ്കിൽ ഇത്തരത്തിൽ പറയുന്നെങ്കിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അവരോട് ചോദിക്കുന്നതിന് പകരം അവരുടെ മൂവ്മെന്റ്സ് തിരിച്ചറിഞ്ഞ് അവരെ ഐസൊലേറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഒരു മൂവ്മെന്റ്സ് അവരുടെ മറ്റ് മേഖലകളിലേക്ക് തിരിച്ചു വിടുക എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ് തിരിച്ചറിയുക. ആ സ്റ്റിഫ്നെസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന പിരിമുറുക്കങ്ങളാണ്. കാതറിൻ തന്റെ ബോഡിയിലുള്ള സ്റ്റിഫ്നെസ് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. പലപ്പോഴും തന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ,
പല ഫിസിക്കൽ ഇൽനെസ്സും ആവശ്യമില്ലാതെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ. മീറ്റിങ്ങുകൾ തനിക്ക് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാം ഒരു പോയിന്റിൽ നിന്ന് വന്നതാണ്. ചിന്തിച്ചത് ഇത്ര മാത്രമാണ്, ഞാൻ ആ വ്യക്തിക്ക് ഫോർഗീവ്നെസ് കൊടുത്തു. ആ വ്യക്തിക്കല്ല ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മളിലാണ് ഫോർഗീവ്നെസ് കൊടുത്തത്. ആ വ്യക്തി അങ്ങനെ പെരുമാറാൻ ഉണ്ടായ കാരണം എന്നിലുണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞു. അയാൾ റെസ്പോൺസിബിൾ എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഫോർഗീവ്നെസ് നമുക്ക് എളുപ്പമുള്ളതാക്കാൻ പറ്റുന്നത്. അല്ലാതെ ആ വ്യക്തിയോടല്ല ക്ഷമിക്കുന്നത്, ആ വ്യക്തിക്കുണ്ടായ പെരുമാറ്റം കൊണ്ട് എനിക്കുണ്ടായ പ്രശ്നത്തിന് ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കുന്നു. ആ ഫോർഗീവ്നെസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ സ്റ്റിഫ്നെസ്സിൽ നിന്ന് നമുക്കൊന്ന് ഫ്രീ ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ആവുമ്പോഴേ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. മറ്റ് ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആ വ്യക്തിയെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ക്ഷമിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോവുകയാണ്, ഒരിക്കലും അടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല. മറിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായതിന് കാരണം എന്നിലുണ്ടായ എന്തോ ഒരു റിയാക്ഷനെ തുടർന്നാണെന്ന് തിരിച്ചറിയുമ്പോൾ വി ഫീൽ ഫ്രീ. വി ആർ റെസ്പോൺസിബിൾ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. നമ്മൾ എപ്പോഴും പറയുന്നത്, കാതറിൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ വ്യക്തി അങ്ങനെ പെരുമാറിയത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ്. പക്ഷെ ആ വ്യക്തി അങ്ങനെ പറയാനുള്ള കാരണം ഞാനാണ് എന്നുള്ളത്, അതിന് ആ കാരണത്തിനുണ്ടായ എന്റെ ഭാഗത്ത് നിന്നുള്ള കാരണം ഞാൻ ഫോർഗീവ്നെസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ എന്താണ് അടുത്ത ഒരു മേഖലയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇവിടുത്തെ ടേക്ക് അവേ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് യു ഫീൽ സ്റ്റിഫ്നെസ് ഇൻ യുവർ ബോഡി, നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നതിലുപരി ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഒരു റെസ്റ്റിലേക്ക് പോകാതെ ബോഡിക്ക് ഒരു മൂവ്മെന്റ് കൊടുത്ത് ആദ്യം ബോഡിയെ റിലാക്സ് ചെയ്യുക എന്നാണ് പറയുന്നത്. റിലാക്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് നമ്മളിലേക്കാണ് എന്ന തിരിച്ചറിവാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്കല്ല നമ്മൾ ക്ഷമ കൊടുക്കേണ്ടത്. ആ ഒരു പ്രശ്നത്തിനുണ്ടായ ആ ഒരു സിറ്റുവേഷന് ഞാൻ ഇടയായത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ നയിക്കപ്പെട്ടത്, അത് എന്നിലുള്ള ഒരു പ്രശ്നം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ റിലാക്സ് ചെയ്തുകൊണ്ട് നമ്മളിലേക്കാണ് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കണം തിരിച്ചറിയുമ്പോൾ അവർ ബോഡി ഫീൽസ് റിലാക്സ്. ആ സ്റ്റിഫ്നെസ്സിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷനിലായാലും നമ്മുടെ ഓരോ കരിയർ മേഖലയിലാണെങ്കിലും നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ അതൊരു താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു സ്ലിപ്പ് ആൻഡ് ഷൈനിൽ മുക്കി നമ്മൾ ഉണക്കിയെടുക്കുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് സ്പിരിച്വൽ സൈക്കോളജി പറയുന്നത്. സോ വെൻ യു ഫീൽ സാഡ്, ഒബ്സർവ് ദ ബോഡി സ്റ്റിഫ്നെസ് ഇൻ യുവർ ബോഡി, make it a moment and relax, then find a solution. Forgive to whatever happens in your life, because after the realization, that means the situation is caused because of the problem arising in me. എന്നിലുണ്ടായ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ എന്നിലേക്ക് വന്നതെന്നും അതിന് ഞാൻ എന്നോട് ഫോർഗീവ്നെസ് ചോദിക്കുന്നു എന്നും തിരിച്ചറിയുമ്പോൾ അവർ ബോഡി വിൽ ഓൾസോ ഗെറ്റ്സ് റിലാക്സ് എന്ന് പറയുന്നു. കാരണം എല്ലാ പ്രശ്നവും നമ്മുടെ ബോഡി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം വരുന്നത് ഒരു ചിന്തയിൽ നിന്നാണ്. ആ ചിന്ത തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡി നമ്മളോട് റിലാക്സേഷൻ ഫീൽ ചെയ്യുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് സൈക്കോളജി കൂടുതലായിട്ട് പറയുന്നത്. സൈക്കോളജിയിൽ ഓരോ ചിന്തകളും എങ്ങനെ എനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള തലത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഓരോ ചിന്തയും നമ്മളെ നയിക്കുന്നത് നമ്മുടെ ഏറ്റവും നല്ല സെൽഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതുകൊണ്ടാണ് ലൂയി ഹേ പറയുന്ന ഒരു വാക്യം എന്നും ഉണർന്നെഴുന്നേറ്റാൽ പറയേണ്ടത് എന്നും കൂടി പറയുന്നു. അതിങ്ങനെയാണ്, എവ്രിതിങ് ഈസ് ഗുഡ്, ഓൾ ഈസ് വെൽ, എല്ലാം നന്നായി നടക്കും. എഴുന്നേറ്റ ഉടനെ ഈ 2 സെന്റൻസ് പറയണം എന്നാണ് പ്രശസ്തയായ ലൂയി ഹേ. ഇന്ന് അവർ ഈ ലോകത്തില്ല. ലൂയി ഹേ പറയുന്ന 2 സെന്റൻസ്, ഓൾ ഈസ് വെൽ, എല്ലാം നന്നായി നടക്കുന്നു. എവ്രിതിങ് ഈസ് ഹാപ്പനിങ് ഫോർ മൈ ഹയസ്റ്റ് സെൽഫ്. And after each situation, my body, mind, and soul is racing into my higher self, and I am safe in this universe. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദിനം ആരംഭിക്കുക എന്നുകൂടി ലൂയി ഹേ നമ്മളെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി, ഓൾ ഈസ് വെൽ, എല്ലാം നന്നായി നടക്കുന്നു.
everything is good. And after each experiences, my body, mind, and soul is racing into my highest self, and I am safe in this universe. സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്. എനിക്ക് സംഭവിച്ചതെല്ലാം എന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കപ്പെടുന്നു എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇതൊരു യാത്ര മാത്രമാണ്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മറ്റ് ഉയർന്ന തലത്തിലേക്കുള്ള യാത്ര കൂടിയാണ് എന്ന് ലൂയിഹെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. എന്നും ഇത് പറഞ്ഞുകൊണ്ടൊന്ന് എഴുന്നേറ്റ് നോക്കും. നമുക്ക് ആവശ്യമുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും എന്നുകൂടി ലൂയിഹെ പറയുന്നുണ്ട്. വെൻ യു ഫൈൻഡ് എ പ്രോബ്ലം ഇൻ യുവർ ലൈഫ്, ഓൾവേസ് കീപ് ഓൺ ടെല്ലിംഗ് ദിസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം എന്നെ നയിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് we forgive to ourselves. നമ്മൾ നമ്മളിലേക്കിനാണ് ഫോർഗീവ്നെസ് കൊടുക്കുന്നത്. ആ ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ ബോഡിയിലുള്ള സ്റ്റിഫ്നെസ്സിനെ നമുക്ക് ഫ്രീ ആക്കി വിടാനും കൂടുതൽ നല്ല ചിന്തകളിലേക്ക് നമ്മെ നയിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ബോഡി സ്റ്റിഫ് ആകുന്ന ഒരവസ്ഥയിലേക്ക് നെവർ ഗിവ് റെസ്റ്റ്, മേക്ക് എ മൂവ്മെന്റ് ആൻഡ് ജസ്റ്റ് റിലാക്സ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് എ സൊല്യൂഷൻ. forgive yourself, not to others. ഒരിക്കലും ഫോർഗീവ്നെസ് കൊടുക്കേണ്ടത് മറ്റുള്ളവർക്കല്ല, നമുക്കാണ്. കാരണം ഈ സിറ്റുവേഷൻ ഉണ്ടായത് എന്നിലുള്ള ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ്. ഐ ആം റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും ഇതൊരു പുതിയ ചിന്തയായി കൂടെ കൊണ്ട് നടക്കാൻ കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെല്ലാം പൂർണ്ണ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നതാണ് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്നത്. Then your body also get relaxed and you can find a solution. എല്ലാവർക്കും ഇന്ന് ഈ ഒരു അഫർമേഷനുമായിട്ട് മുന്നോട്ട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. അതിനുള്ള കരുത്തും ഊർജവും യൂണിവേഴ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു പ്രവീണ മാം. നല്ല ഒന്നാന്തരം ക്ലാസ് ആയി. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ ആദരിക്കുന്നു, ഞാൻ എന്നോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലേ? നന്നായിട്ടുണ്ട്. എന്തോ ഒരു വിഷയം കിടക്കുന്നുണ്ട് ഇവിടെ. കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ ക്ലാസ്സിൽ ഒരു പുലിയുടെ കഥ പറഞ്ഞു. അന്ന് പുലിയെ കണ്ട ആളുകളുണ്ട് നമ്മളെ ഗ്രൂപ്പില്. ഇന്നലെ ഞാൻ വെള്ളത്തെ കുറിച്ച് പറഞ്ഞപ്പോ വെള്ളം ഉറവ് വെള്ളം തേടിപ്പോയി അവിടെ നിന്നും വെള്ളം കുടിച്ച ഒരാളും നമ്മളെ ഗ്രൂപ്പിലുണ്ട്. ഇന്നലെ ഇപ്പൊ അതേപോലെ ഞാനും നൗഫൽ സാറും ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു. ഈ ഫോർഗീവ്നെസ്, അതായത് ലോകത്ത് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായ ഹീലിംഗ്, ഒരുപാട് ഹീലിംഗ് നാട്ടിൽ നടപ്പുണ്ട്. ഒരു ഹിപ്നോട്ടിസം, അതുപോലെ തന്നെ നിരവധി ഹീലിംഗ് സെക്ഷനുകളുണ്ട്. നിരവധി ഹീലിംഗ് സെക്ഷനിലൊക്കെ നമ്മൾ പങ്കെടുത്തതാണ്. പക്ഷെ ഏറ്റവും നല്ല ഹീലിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫോർഗീവ്നെസ് ആണെന്നുള്ളത് ഞാനും നൗഫൽ സാറും ഇന്നലെ സംസാരിച്ച വിഷയമാണ്. അതാണ് ഇപ്പൊ ഇന്ന് രാവിലെ ക്ലാസ് ആയി വന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നല്ല ശരിക്കും നടക്കുന്നുണ്ട് ഇവിടെ ചില ആളുകൾക്ക്. എന്തായാലും നന്നായിട്ടുണ്ട് ക്ലാസ്. നമുക്ക് ഫീഡ്ബാക്കിലേക്ക് പോകാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? പറഞ്ഞോളൂ. ജിക്കുമണി പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ. ഞാൻ ആദ്യം സ്റ്റീഫൻ ഷൈൻ കേട്ടപ്പോഴേ ദൈവമേ, സാരിയിലും മുണ്ടിലും ഒക്കെ മുക്കി വടി പോലെ ആക്കിയുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഇതിൽ എന്തെങ്കിലും ഒരു ഗുട്ടൻസ് ഉണ്ടാവും. പ്രവീണ മാം ഈ വിഷയം എടുത്ത് ചിന്തിച്ചു പറഞ്ഞതുപോലെ തന്നെയായി ഈ സ്റ്റീഫൻ ഷൈൻ. നമ്മള് മുക്കും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും പഴയ അവസ്ഥയിലാവും. പിന്നെയും നമ്മൾ മുക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അതിനേക്കാളും കൂടുതൽ ഉള്ള കാര്യങ്ങളാണ് മാം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. കാരണം ഫോർഗീവ്നെസ് എന്താണ്, അതുപോലെ സർ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും അഫർമേഷൻ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിലൊക്കെ എഴുതാറുള്ളതാണ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ ആദരിക്കുന്നു, ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നിൽ അഭിമാനം കൊള്ളുന്നു. നമ്മളിങ്ങനെ എഴുതുന്നുണ്ട് നിരന്തരം. അപ്പൊ നമുക്ക് എന്തൊരു പ്രശ്നം, എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ അവിടെ ഒരു സൊല്യൂഷൻ കാണാൻ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. നമ്മൾ മറ്റുള്ള നമ്മളാ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യണത് നമ്മൾ തന്നെയാണ്.
അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് ചൂസ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ആ രീതിയിൽ പോണത് നമ്മൾ തന്നെ. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ എന്താ പറയാ പുറത്തു കൊടുക്കാന്ന് പറയുന്നത് ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എനിക്കൊക്കെ അത് അനുഭവമാണ്. ഞാൻ ഒരിക്കൽ അതിന് പറയണ്ടായി, എന്റെ ഒരു അയൽവാസി എന്നെയായിട്ട് കുറച്ച് പിണങ്ങി. പക്ഷെ ഇപ്പൊ ഞാനത് ഫോർഗീവ്നെസ് എഴുതി 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 അതിന് ഒരുപാട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിൽ ഒരുപാട് നമുക്ക് നല്ല കാര്യമാണ് കേട്ടോ. ഫോർഗീവ്നെസ് എന്തായാലും എല്ലാവരും എന്നും എഴുതണം. അതിൽ എഴുതുന്നതിലൂടെ നമ്മൾ ആരോടാണോ വിരോധം കാണിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ആരാണോ ചെയ്യണം അവരെ ഒന്നും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുകയാണെങ്കിൽ അതൊന്നും കൂടി നമുക്ക് എന്താ പറയാ നല്ല ഇതായിട്ട് വരുന്നതാണ് എനിക്ക് പറയാനുള്ള ഫീലുള്ള ഒരു കാര്യമാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു മാഡം. കാരണം ഇങ്ങനത്തെ ഓരോ വാക്കുകൾ ഇവിടുന്ന് കിട്ടുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റീഫൻ ഷൈൻ പറഞ്ഞിട്ട് വെച്ചിട്ട് അതിനെ ഇത്ര ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് പ്രകടനത്തിന് മാത്രമേ കഴിയുള്ളൂ കേട്ടാ. എനിവേ നല്ല ക്ലാസ് ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാം. താങ്ക് യു വേറെ മാം. ഞാനതൊന്ന് റിസർച്ച് സാറെ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. ഇപ്പൊ നമ്മൾ ഇപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ സ്റ്റീഫൻ ഷൈൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്നോട് പിണങ്ങാൻ ഇടയാക്കിയത് എന്നിലുള്ള എന്തോ ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. കാരണം ഞാൻ അത് എന്നോട് ക്ഷമിക്കുമ്പോ അവിടെ അത് ക്ലിയർ ആവും. ഇത് തന്നെയാണ് ഹൂപ്പനെപ്പോലെയും പറയുന്നത്. ഞാൻ എന്നോടാണ്, ആ വ്യക്തിയോടല്ല ഞാൻ ക്ഷമിക്കുന്നത്, ആ വ്യക്തിക്കല്ല ഞാൻ ക്ഷമ കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് കാരണം ആ വ്യക്തിയെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ആ വ്യക്തിക്ക് അങ്ങനെ നമ്മളോട് പെരുമാറാൻ ഇടയാക്കിയ എന്തോ ഒന്ന് എന്നിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാവാൻ ഇടയാക്കി എന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്നിലേക്ക് നോക്കും. ചിലപ്പോൾ ഒരു നോട്ടമായിരിക്കും അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മൾ എപ്പോഴോ നോക്കാതെ പോയതായിരിക്കും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. പക്ഷെ നല്ല ബന്ധങ്ങൾ നമുക്ക്, പക്ഷെ ആ ബന്ധം വേണം. പക്ഷെ അതിന് ഞാൻ കാരണക്കാരനായ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. അതിനോട് ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് നമ്മളോട് ഒരു റെസ്പെക്ട് തോന്നും. കാരണം നമ്മളെയാണ് നമ്മൾ നന്നാക്കേണ്ടത്. കാരണം ഞാനിത് പരിശീലിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊക്കെ മുന്നേ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ പരിശീലിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നന്നായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മാറ്റം വരുത്താൻ പറ്റും. പൂർണ്ണമായിട്ട് ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് ഒരു സത്യം തന്നെയാണെന്ന് തിരിച്ചറിയുക. കാരണം നമ്മളൊക്കെ ഒരു 7 വയസ്സ് വരെ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇതൊക്കെ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമ്മളിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഒരു കുഞ്ഞു മാറ്റം. ഓക്കെ, താങ്ക് യു പ്രവീണ മാം. സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ ഓപ്പനോ മെത്തേഡ് നല്ലൊരു ഹീലിംഗ് ആണ്. സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, പ്രൊഫസർ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഏതായാലും ഇന്ന് നല്ല 2 അഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോർഗീവ് ശരിക്കും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാനുള്ളതാണ്. ഇപ്പോ ഒരു പുതിയ ഒരു മെത്തേഡ് കൂടി നമുക്ക് കിട്ടി, സ്വയം ഫോർഗീവ് ചെയ്യാനുള്ളത്. അതും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ചിലപ്പോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മളിലേക്ക് വരിക. ഇപ്പോ സാർ ലോ അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള എന്നെ ഉദ്ദേശിച്ചാണ്. അത് നടക്കാൻ സംഭവിക്കാനുള്ള കാരണം ഞാൻ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ലോ അട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ എന്റെ മാരേജ് വരെ ലോ അട്രാക്ഷൻ ആണ്. ഇവിടെയുള്ള ചില ആളുകൾക്കൊക്കെ പല ആളുകൾക്കൊക്കെ അറിയാം. ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ അത് ആകസ്മികമായി വീണ്ടും സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു വീട്ടുകാരൻ പറയാതെ സംഭവം എന്താ പറയാ അവിടെ പോയി ഒരു അറേഞ്ച് മാരേജ് തന്നെ സംഭവിച്ചൊരു കാര്യം. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ മാഡം ഇന്ന് പറഞ്ഞ മറ്റൊരു കാര്യം പിന്നെ ഓർമ്മിപ്പിക്കാനുള്ളത് ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യം. ഡോണ്ട് ക്രിട്ടിസൈസ് അതർ പേഴ്സൺ ആണല്ലോ ഈ ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ പറയുന്ന ഒരു വേർഡാണത്. നമുക്ക് ചിലപ്പോ സത്യത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കും ഒരു വിഷയത്തെ കുറിച്ച്. അപ്പൊ 4 ആളുള്ളിടത്തോ അല്ലെ 2 പേര് സംസാരിക്കുന്നിടത്തോ ഒരാള് തെറ്റാണ് പറഞ്ഞത് അതിന് ശരി നമുക്ക് അറിയെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം എന്താക്കുക നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അത് കേട്ടിരിക്കുക, ലിസണറായിട്ടിരിക്കുക. അല്ലാത്ത പക്ഷം എന്താണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫോർഗീവ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. കഴിയുന്നതും ഫോർഗീവ് ചെയ്തു കൊടുക്കാനും സ്വയം ചെയ്യാനുള്ള അവസരം തന്നെ നമുക്ക് ഉണ്ടാക്കാതിരിക്കാം. സോറി പറയാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കാതിരിക്കാം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അത് ഈ
അവസരത്തിൽ പറയേണ്ടതാണ്. അല്ലെ പിന്നീട് അവസരം കിട്ടിയാലല്ലേ അദ്ദേഹത്തോട് മാറ്റി നിർത്തിയിട്ടോ ഫോണിലൊക്കെ നമുക്ക് സംസാരിച്ച് പറഞ്ഞു കൊടുക്കാം. ആ സമയത്താകുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അംഗീകരിക്കും. ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ പറയുന്നതാ. ഒരാളും പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളെ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ അത് ശരിയാകൂല. നമ്മൾ എന്താണ് അംഗീകരിച്ചു കൊടുക്കില്ല. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ഇതൊക്കെ പഠിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാം. സാധാരണക്കാരന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അംഗീകരിക്കൂല ഒന്ന്. അംഗീകാരിക്കുമ്പോൾ നമ്മളത് പിന്നെ വീണ്ടും വീണ്ടും തർക്കിക്കുമ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ അവിടെ വഷളാവുന്നു. അദ്ദേഹത്തിന് നമ്മോട് പക വരും, വിദ്വേഷം വരും. പിന്നെ നമ്മോട് നല്ല സൗഹൃദമുള്ള ഒരാളായിരിക്കാം. ചിലപ്പോൾ നമ്മൾ മുതിർന്ന ആളായിരിക്കാം, ചിലപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ആളായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മൾ മൗനം പ്രാപിക്കണം. കാരണം ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണ്. പിന്നെ പ്രൊഫസർ ഇന്നലെ ഞങ്ങൾ സംസാരിച്ച വിഷയം ഇതേപോലെ ബന്ധപ്പെട്ടാണ്. അതായത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ടാപ്പിൽ നിന്ന് എടുക്കുക, അല്ലെ ജഗ്ഗിൽ നിന്ന് പാരാം. പക്ഷെ നമുക്കൊരു ടാങ്ക് അറിവുള്ള ആളാണെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടാങ്ക് മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ, അപ്പൊ മൊത്തം വേസ്റ്റ് ആവും, വെള്ളം കിട്ടൂല നമുക്ക്. അപ്പൊ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് നമുക്കുള്ള ഈ നമ്മളെ മനസ്സിലുള്ള ഈ അറിവ് എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം അംഗീകരിക്കൂല, ക്ലാസ്സിൽ കൊള്ളും ചെയ്യില്ല. നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ മാറിക്ക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ മറ്റൊരു ചെറിയൊരു മെത്തേഡും കൂടി പറഞ്ഞത് ക്ഷമിക്കാനുള്ള ഒരു മെത്തേഡാണ്. ഞാൻ പണ്ട് മുതലേ ചെയ്തിരുന്ന മെത്തേഡാണ്. ഈ ചെറിയ ആളുകളാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കാലോ, നമ്മളത്ര അറിവില്ലാത്ത ആളുകളല്ലേ, വിട്ടുകൊടുത്തു. ചെറിയ ആളാണ്, ഇതിന്റെ അത്ര അറിവില്ല ഞാൻ വിചാരിച്ചു. പ്രൊഫസറോ മത്സരോ അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ വിചാരിക്കുന്നത് എന്നെക്കാട്ടിലും അറിവുള്ള ആളല്ലേ, നമ്മളെക്കാൾ എത്രയോ അറിവുള്ള ആളുകളല്ലേ. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു, നമുക്കറിയില്ല, അവരൊക്കെ എത്രയോ അറിയുന്ന ആളുകളാണ്. ടീച്ചേഴ്സ് ആയാലും മുതിർന്ന ആളുകളായാലും മദറൊക്കെ പേരൻസ് ഒക്കെ ആയാലും ഞാൻ അങ്ങനെ വിചാരിച്ചു. മക്കളാവുമ്പോൾ ഞാൻ തിരിച്ചു ആയിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ പിന്നെ നോർമൽ ബ്ലാങ്ക് ആയിരിക്കും എപ്പോഴും. ഇത് ഈ ഫോർഗീവ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നല്ലത് ചിന്തിക്കാനോ നല്ലത് പ്രവർത്തിക്കാനോ നമ്മളിലേക്ക് നല്ലതൊന്നും വരില്ല. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. താങ്ക് യു. നല്ല ടെക്നിക്കാണ് കേട്ടോ അത്. ആ പറഞ്ഞതേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ചില ആളുകളാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കണ്ടേ, അത് എന്റെ അത്ര അറിവില്ല, അതുകൊണ്ടാണ് അവർ അങ്ങനെ പെരുമാറിയത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്യുന്നു. ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്നേക്കാൾ ഒരുപാട് അറിവുള്ളവരാണ്, ആ അറിവ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൊരുത്തപ്പെട്ടു. അപ്പൊ നമ്മൾ ബ്ലാങ്ക് ആയി. നല്ലൊരു ടെക്നിക്കാണ്. വേറെ ആർക്കാ? മണി സാർ പറഞ്ഞോ. മാജിക് മോർണിംഗ് നല്ലൊരു സെക്ഷൻ ആയിരുന്നു, ബ്യൂട്ടിഫുൾ സെക്ഷൻ ആയിരുന്നു. നല്ല റിലാക്സ് ആയിട്ട് ഉണ്ട്. അപ്പം പറഞ്ഞ പോലെ ഓൾ ഈസ് വെൽ, എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. സംഭവിക്കുന്നതെല്ലാം നല്ല ഇത്. അപ്പൊ നമ്മൾ പലപ്പോഴും സ്ട്രെസ്സും സാഡ്നെസ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റിഫാവും. അതിൽ നിന്ന് അങ്ങനെ മോചനം കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. ഒരു മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ മനസ്സൊന്ന് ഫ്രീ ആയിട്ട് പലപ്പോഴും പല തെറ്റായ മാർഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റും. അതുപോലെ നമ്മൾ യഥാർത്ഥ ഫോർഗീവ്നെസ് എന്താണെന്നും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നമ്മൾ കുറ്റം കാണുമ്പോൾ ആ കുറ്റങ്ങൾ പലതും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നുണ്ടായത്. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് കേൾക്കാനും പറ്റി. അത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിയാനും നമ്മൾ എല്ലാത്തിനും ഉത്തരവാദി നമ്മളാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനിൽ എത്താൻ പറ്റും. ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഈ മണിസാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അത് മുഴുവൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ഒരൊറ്റ ലാസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ല. ആ കൺക്ലൂഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് പറ്റിയിട്ടില്ലെങ്കിൽ കേൾക്കണമെങ്കിൽ മണിസാറുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് എല്ലാ പോയിന്റ്സും അതിലുണ്ടാവും. പറഞ്ഞതെല്ലാം ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു പോയിന്റ് ശ്രദ്ധിച്ചിട്ട് മറ്റേത് വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ വിട്ടുപോയിട്ടെന്ന് തോന്നിയാൽ മണിസാറുടെ വാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അത് കൺക്ലൂഡ് ചെയ്ത് നമുക്കത് തിരിച്ചു പറഞ്ഞു തരും. താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു.
അത് മണിസാർ നമ്മളൊരു പുസ്തകം വായിച്ചു വിടാം. ഡാറ്റയുടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യന് ഇങ്ങനെ പുസ്തകം ഷോർട്ടാക്കി പറയാൻ കഴിയും. 20 മിനിറ്റ് കൊണ്ട് വലിയൊരു പുസ്തകം 20 മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർത്തുകയാണ്. എത്രമാത്രം ആ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഭയങ്കരമാണ് ഒരു ഷോർട്ട് കട്ട്. എന്തായാലും പറഞ്ഞോളൂ. വേറെ ആരാ? രഞ്ജിത്ത് സാർ പറഞ്ഞോളൂ. പുതിയ ആളുകളൊക്കെ കടന്നു വരൂ. ഗാലറിയിൽ ഇരിക്കണ്ട, കളിക്കളത്തിലേക്കുണ്ട് ഇറങ്ങിയിട്ട് പന്തളി. ഉളുക്കും ചതവൊക്കെ ഉണ്ടോ? എന്നാലും വേണ്ടിയില്ല, അല്ല, പ്രശ്നമാക്കില്ല. ഞാൻ കേൾക്കുമായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അങ്ങനെ പുതിയ ആൾക്കാരുണ്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. വേറെ Okay, ആർക്കെങ്കിലും definitely. പറയണ്ടോ? 6:33 മാജിക് മണി. പറഞ്ഞോളൂ, പറയൂ. അബ്ദുള്ള സാർ പറയൂ. അല്ല സുജിത്താണ്. പറഞ്ഞോട്ടെ സാർ, ആരെങ്കിലും ഓക്കെ അബ്ദുൽ സാർ പറയൂ. അപ്പൊ രണ്ടാളും മ്യൂട്ടാക്കി. സോറി. ഞാൻ പറയാം. അല്ല, എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് നല്ല ക്ലാസ് തന്നെയാണ്. പക്ഷെ എനിക്ക് ചില മാഡം ഒരു ഹാഫ് വേ ഓപ്പണിലൂടെയാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. ഒരു അധികം മുഖവരില്ലാതെ പെട്ടെന്ന് ഒരു ഹാഫ് വേ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിലേ എനിക്ക് സംശയം എന്നറിയാം. ഇപ്പൊ ഞാൻ ഇതുവരെ ഫോളോ ചെയ്തിരുന്നത്, ഇപ്പൊ നമുക്ക് ഒരാളോട് ക്ഷമിക്കുക, നമുക്ക് അവരോട് ക്ഷമ, എപ്പോഴും ഞാൻ അവരോട് ആ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചില വ്യക്തികള്. പക്ഷെ ഇവര് നേരിൽ കണ്ടാൽ ഇവരിൽ ഒരിക്കലും നമുക്ക് യോജിക്കാത്ത കുറെ, അത് കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് തന്നെ തോന്നുന്നു നമുക്ക്. നമ്മൾ അവരായിട്ട് നമ്മൾ എത്ര ക്ഷമിച്ചാലും അവര് കണ്ടു കഴിഞ്ഞാൽ അവര് പ്രസരിപ്പിക്കുന്ന കംപ്ലീറ്റ് നെഗറ്റീവ്. അപ്പൊ അതില് നമ്മള് ഡിസോസിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ചില ഇതിൽ പറയുന്നുണ്ട് അത്തരം ആൾക്കാരെ നമ്മൾ അകറ്റി നിർത്താന്നും പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പറയുന്നത് അവരോട് വീണ്ടും പുറത്തു കൊടുക്കാനാ പറയുന്നത്. നമ്മ പൊറുക്കുന്നുണ്ട്, പക്ഷെ അവരെ നേരിൽ കണ്ടു കഴിഞ്ഞാല് എന്താ പറയാ, നെഗറ്റീവാണ് വരുന്നത്. നമ്മ വീണ്ടും അവരോട് വെറുപ്പാണ് നമുക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആ അകൽച്ചയല്ലേ നല്ലത് ഈ ശരിക്കും പറഞ്ഞാൽ. ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ല ഒരു ഭാഗം. ഞാനിപ്പോ അങ്ങനെയാണ് ഇതുവരെ ഫോളോ ചെയ്തത്. എങ്ങനെയാന്ന് വെച്ചാല് നെഗറ്റീവ് പ്രസരിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പക്ഷെ അവര് വെറുക്കുന്നില്ല, അവരോട് നമ്മൾ ക്ഷമിക്കുന്നുണ്ട്. അകന്ന് നിൽക്കുക എന്നുള്ള ഒരു ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ. അത് അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ കൊള്ളാം. അബ്ദുള്ള സാറിന്റെ ഒരു ചോദ്യം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഈ സൂമിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോ ഈ അബ്ദുള്ള സാറുടെ പല ബോഡി ലാംഗ്വേജും എനിക്കത് ഫീൽ ചെയ്തിരുന്നു. സാർ എന്തോ ഉള്ളിൽ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നിയിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഈ ഒരു ബോഡി ലാംഗ്വേജ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ടാവാം. അപ്പൊ അബ്ദുള്ള സാറ് പറയുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ശരിയാണ്. നമുക്ക് മറ്റുള്ളവരെയായിട്ട് നമ്മൾ അകറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ ഫോർഗീവ്നെസ് കാണിക്കുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ നമ്മളോട് ക്ഷമിക്കാത്തത് കൊണ്ടാണ്. അവരോട് ക്ഷമിച്ചിട്ടുണ്ടാവും, നമ്മളോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും അവരെ കാണുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അവരങ്ങനെയാണ്, ഓക്കെ, അവരങ്ങനെയാണെങ്കിൽ വീണ്ടും അവർ നമ്മളോട് അത്തരത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുറ്റം നമ്മൾ വീണ്ടും കാണുന്നത് നമ്മളിന്റെ ഉള്ളിലുണ്ട് എന്നാണ് സൈക്കോളജി പറയുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ ഒരാൾ കുറ്റം കാണുമ്പോൾ അത് നമ്മളിൽ ഉയർന്നു വരുന്നു എന്ന് കൂടി സൈക്കോളജി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് പുസ്തകം എനിക്ക് ഓർമ്മയില്ല, പിന്നൊരു ദിവസം ഞാൻ ഷെയർ ചെയ്ത് തരാം പുസ്തകത്തിന്റെ കാര്യം. ഞാനത് കൃത്യമായിട്ട് വായിച്ചെടുത്തൊരു കാര്യം, നമ്മൾ മറ്റുള്ളവർ ശരി ആ വ്യക്തി ശരിയല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഞാനത് ശരിയല്ല എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ അതിലൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യം എനിക്കത് ശരിയല്ല എന്ന് തോന്നിയതിനോട് ഞാൻ എന്ത് ചെയ്ത് പൊറുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നും ശരിയുമല്ല, ഒന്നും തെറ്റുമല്ല എന്നാണ് പറയുന്നത്. എല്ലാം ശരിയുമാണ്, എല്ലാം തെറ്റുമാണ് എന്ന് പറയുന്നു. അപ്പം എല്ലാവരും ജീവിക്കുന്നത് അവരുടെ ശരികളിലൂടെയും അവരുടെ തെറ്റുകളിലൂടെയും ഒക്കെയാണ്. ഇന്നത്തെ ശരി നാളത്തെ തെറ്റാണ്. ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ തെറ്റ് നാളത്തെ ശരിയുമാണ്. നമ്മളൊന്ന് ഈ മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചാൽ നമുക്കതിന്റെ കോൺഫ്ലിക്റ്റ് മനസ്സിലാവും. അപ്പൊ നമുക്കത് ഓക്കെ, നമ്മളത് ആ വ്യക്തിയുമായിട്ട് അകന്നു നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ അവിടെ ഫോർഗീവ്നെസ് നടന്നിട്ടില്ല.
അതായത് എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എന്നോട് ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടായ ആ ഫീലിങ്സിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടു കളയാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നമ്മൾ അതിനൊന്ന് ഇത്തിരി മെനക്കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നെഗറ്റീവ് ആണെന്ന് തോന്നുന്ന ആ ചിന്ത പോലും നമ്മളിൽ നിന്ന് വിട്ടൊഴിയുമെന്നാണ് പറയുന്നത്. അതായത് അത് നമ്മുടെ ഉള്ളിൽ വീണ്ടും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ ആ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ നമ്മുടെ ഉള്ളിൽ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അബ്ദുൽ സാർ എന്തോന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സാർ, എന്നാലും ഞാൻ അതല്ല പറയുന്നത്. ഓക്കെ, ഞാൻ അവരുടെ കുറ്റം മാത്രമല്ല, അതായത് അവർ പ്രസരിപ്പിക്കുന്ന ഉദാഹരണം, അവർ പറയുന്ന എന്ത് കാര്യത്തിലും ചില വ്യക്തികളാണ്, ചില അപൂർവം ചില വ്യക്തികളാണ് ഞാൻ പറയുന്നത്, അവരെയാണ് നമ്മൾ ഡിസോസിയേറ്റ് മാറ്റി നിർത്തി. അവര് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ ആണെങ്കിൽ അപ്പൊ തന്നെ അവര് എന്ത് ചെയ്യും, ഡിസ്കറേജ് ചെയ്യുന്ന ഇത് പറയും, അല്ലെങ്കിൽ നമ്മളെ ഡൗൺ ആക്കുന്ന സംസാരം. അങ്ങനെ ചില വ്യക്തികളുണ്ട്. ഇപ്പൊ ഞാൻ ആ ഒരു ഇതിൽ പഠിച്ചിട്ടുള്ള അത് അവരെയാണ് നമ്മൾ അകറ്റി നിർത്തേണ്ടത്. കാരണം നമ്മ വെറുക്കാതെ തന്നെ അവരിൽ നിന്ന് അകറ്റി നിർത്തിയാൽ നമ്മളുടെ, അല്ലെങ്കിൽ അവരെ വീണ്ടും വീണ്ടും മീറ്റ് ചെയ്യുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഇത് അവരുടെ വെറുപ്പാണ് വരുന്നത്. ശരിക്കും അവരെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് നമ്മളെ ടൈം 6:38 ആയിട്ടുണ്ട്. സോറി സാർ. പിന്നെ അബ്ദുൽ സാർ രണ്ട് കാര്യം, ഒരു സംശയം ചോദിച്ചു. രണ്ട് സംശയം. ഒന്ന്, നിങ്ങൾ മെഡിറ്റേഷൻ സ്ഥിരമായി ചെയ്യാറുണ്ടോ? മെഡിറ്റേഷനോ? മെഡിറ്റേഷൻ ഞാൻ 2 നേരം ചെയ്യാറുണ്ട്, വൈകിട്ടും ചെയ്യാറുണ്ട്. ഏതെങ്കിലും NLP സെക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? NLP-യില് പങ്കെടുത്തിട്ടില്ല. ഇല്ല. ഒരു NLP ട്രെയിനറുമായി കണ്ടിട്ട് NLP-യിൽ ഒന്ന് പങ്കെടുക്കൂ. ഈ വിഷയം അവിടെ തീരും. ശരി. ഈ എനർജിന്റെ പ്രശ്നം, അതായത് നമ്മളൊരു ഫ്രീക്വൻസിന്റെ പ്രശ്നമാണ്. ആ ഫ്രീക്വൻസിന്റെ പ്രശ്നം തീർത്താൽ സംഭവം ഓക്കെയാണ്. അല്ലേ പ്രവീണ മാം? അതെ, നമ്മളെന്താ വെച്ചാൽ വീണ്ടും അതാണ്, നമുക്ക് വീണ്ടും അവരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിൽ ഉള്ളതൊന്ന് ഫ്രീ ആക്കാൻ നമ്മൾ സമയം കണ്ടത്. അതുകൊണ്ട് തന്നെ ഫോർഗീവ് ടു അവർ സെൽഫ്. നമ്മൾക്കത് എനിക്കത് അവരെ കാണുമ്പോൾ വീണ്ടും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യാനുണ്ടായ എന്നിലുള്ള എന്തോ ഒന്നിനെ ഞാനത് ഫ്രീ ആക്കി വിടും. ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. അങ്ങനെ ഒരു തോന്നലിന് എന്നോട് ഞാൻ ക്ഷമിക്കുന്നു. ആ വ്യക്തിയോടല്ല, ആ വ്യക്തി എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. അപ്പൊ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ബുദ്ധിമുട്ടിന് ഞാൻ എന്നോട് ക്ഷമിക്കുന്നു. കാരണം ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്കാണ് ബുദ്ധിമുട്ട് വീണ്ടും കാണുമ്പോൾ. അപ്പൊ എന്നോട് അതാണ് സംഭവം. ഓക്കെ, അതാണ് ചെയ്താൽ മതി. നമ്മൾ സ്വന്തം ചെയ്താൽ മതി. അതൊരു ട്രെയിനറെ കൂടെ നിന്നിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 6:40 ആയിട്ടുണ്ട്. ഇതാ സാറ് അടിയിട്ട് നിൽക്കും. അടിയിട്ടു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you all.